ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണത് ടെക്സ്ചർ ആർട്ടാണ്. നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നോർമൽ നമ്മൾ നോട്ട്ബുക്സിൻ്റെ പേപ്പേഴ്സ് വെച്ചിട്ടും ഞാൻ ടിഷ്യൂ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രോസസ്സും ഇതിലെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്യൂട്ടോറിയൽ വീഡിയോ തന്നെ ചെയ്യാം, അതാകുമ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്തിടണേ. അതിനായിട്ട് നമ്മൾ പഴയതായിട്ട് വേസ്റ്റാക്കി കളയുന്ന നോട്ട്ബുക്സൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 5-6 പേജസൊക്കെ ബാക്കി വരുന്ന പേജസുള്ള ബുക്കിൽ നിന്ന് ഞാൻ ഒരു 5-6 പേജസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് സ്പേസുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് വെക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നിൽക്കാനുള്ളൊരു പാകമുള്ള പാത്രം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ കീറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ടെക്സ്ചർ ആർട്ടിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ടിഷ്യൂ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഇത് ശരിക്കും ഈ ഒരു പേപ്പർ വെച്ചിട്ടല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഡിഫറൻസും കൂടെ നോക്കാം. ഈ പേപ്പർ വെച്ചിട്ട് ചെയ്യണതാണോ അതോ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യണതാണോ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ നമ്മളൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പേപ്പേഴ്സൊക്കെ കട്ടായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റും പേപ്പറിന്. ടിഷ്യൂ പേപ്പർ നമുക്ക് പെട്ടെന്ന് തന്നെ സോക്കായിട്ട് കിട്ടും കേട്ടോ, അധികം ടൈമൊന്നും എടുക്കില്ല. പക്ഷേ മറ്റേ പേപ്പറിന് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും 20 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നാലേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ നോർമൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, ചൂടുള്ള വെള്ളമോ അതൊന്നല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ, നോർമൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള 2 ക്യാൻവാസ് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ബോർഡിലാണ് ഞാൻ പേപ്പർ വെച്ചിട്ടുള്ള ചെയ്യുന്നത്, പിന്നെ ചെറിയ ബോർഡിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ചിത്രം നമുക്കിതുമ്പോൾ വരച്ചെടുക്കാം. പിന്നെ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആർട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഈ ഒരു ക്യാൻവാസ് ബോർഡ് എനിക്ക് ഫ്രീ കിട്ടിയതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മേലുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതുപോലെയുള്ള സിമ്പിൾ പിക്ചറാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. റെഫറൻസ് എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഞാനിതൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഈ പേപ്പർ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ആ ഒരു പേപ്പർ മുങ്ങാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ സെയിം വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സോക്കിയായിട്ട് അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലത്തെ വെള്ളമൊക്കെ റിമൂവ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിഴിയുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചേ പിഴിയാൻ പറ്റുള്ളൂ, ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഇതിലുള്ള മാക്സിമം വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയണേ, പക്ഷേ ഇത് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിട്ട് തന്നെ കളഞ്ഞാൽ മതി. ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളയുന്നുണ്ട്.
നമുക്കിതാ ഈ ഒരു രീതിയിലാണ് ഈ പേപ്പർ കിട്ടിയിട്ടുള്ളത്. സെയിം പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ അതുപോലെ ചെയ്തെടുക്കുക. ടിഷ്യൂ പേപ്പർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. മറ്റേ പേപ്പറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ക്രീമി പോലെയാണ് നമുക്ക് കിട്ടുക. ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം മൊത്തം കളയണേ. ഇതാ ഞാൻ ഈ ഒരു അക്രലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റോ അക്രലിക് പെയിൻറ്റോ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഫെവിക്കോളാണ്. പിന്നെ ഞാൻ ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂള് ട്വീസറാണ്. ട്വീസർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ട്വീസർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അതുപോലത്തെ വുഡൻ സ്റ്റിക്സും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിലേക്ക് ഗ്ലൂ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് തോനെ തന്നെ ഞാൻ ഗ്ലൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലും നമുക്ക് ഗ്ലൂ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് പോഷി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വാട്ടർ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള നല്ല അക്രലിക് പെയിൻറ്റ്സൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ അതത്ര റെഡി ആയിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ തേക്കാൻ മറന്നിട്ട് ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതാണ് അവിടെ ഒരു റെഡ് കളർ വന്നത്. പിന്നെ ഇതാ ഈ ഒരു ഗ്ലൂ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു പോർഷനിൽ മാത്രം ചെയ്യുക കേട്ടോ. നമ്മൾ മൊത്തമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അപ്പം തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അതാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൂളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വുഡൻ സ്റ്റിക്കോ ഇറുക്കിലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ അത് മൊത്തം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ടേ. ആ ഒരു പോർഷൻ മൊത്തം ആ ഒരു മിക്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് മിക്സ് അവിടെ ബാക്കി വരും. ഈ കളർ മിക്സ് ചെയ്ത മിക്സ് അവിടെ ബാക്കി വരും. അത് നമ്മൾ കളയരുതേ. നമ്മളൊരു ഭാഗത്ത് മാറ്റി വെക്കണം. നമ്മളിത് ഡ്രൈ ആവുന്ന സമയത്ത് ചെറിയൊരു ക്രാക്ക് പോലെ വരും. അത്ര വലിയ ക്രാക്കൊന്നുമല്ല, ചെറുതായിട്ട് വരും. നിങ്ങൾ ചെറിയൊരു ബോളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ
ആ ഒരു മിക്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് മൂടി വെച്ചാൽ മതി, തുറന്ന് വെക്കാതെ. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ബാക്കി വരുന്ന ആ ഒരു മിക്സ് ഇതുപോലെ തന്നെ ആക്കി വെക്കുകയാണ്. ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ചിട്ടുള്ളതും അതുപോലെ ചെയ്ത് കൊടുത്ത്. പിന്നെ ഞാൻ പിങ്കാണ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷന് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ബാക്കിയുള്ള പോർഷനിൽ ഞാൻ ഇതുപോലെ വൈറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെടിയുടെ ഒരു ഭാഗത്ത് ഞാൻ ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു സൈഡിലേക്ക് ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് ചെയ്യുന്നത്. അത് ഈ സെയിം മിക്സിൽ കൂടെ തന്നെ ഞാൻ കുറച്ചും കൂടെ സാപ്പ് ഗ്രീൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ടെക്സ്ചർ ആർട്ട് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും കോമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ചും പിന്നെ അതുപോലെ തന്നെ ക്രീമും ബാക്കി വന്നിരുന്നു, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു സണ്ണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ആർട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷമുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സ് കാണാനുണ്ട്. വലിയ ക്രാക്സ് ഒന്നുമല്ല, അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിങ്ങനെ തട്ടിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് അടർന്നു പോരണമൊന്നുമില്ല, അത് നല്ല സ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അതും സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് മിക്സ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിക്കിയാണ്, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടാണ് നമുക്ക് കിട്ടുക. ടിഷ്യൂ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മറ്റേ പേപ്പർ നമ്മളുടെ നോർമൽ പേപ്പർ കുറച്ച് കട്ടിയുണ്ടാവും, ഇത് കുറച്ച് സ്മൂത്താണ്, അത്ര തന്നെ ഉള്ളൂ. റിസൾട്ടൊക്കെ നമുക്ക് രണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.
ഒരു കടല ചെയ്തെടുക്കലാണ് എൻ്റെ ലക്ഷ്യം. അപ്പം അതിനായിട്ട് ഞാൻ മൊത്തത്തിൽ വൈറ്റ് മിക്സ് ചെയ്തു. പിന്നെ ഞാനിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് മാറ്റി വെച്ച് പിന്നെ ബാക്കിയുള്ളത് ഞാനൊരു 3 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 പോർഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരെണ്ണത്തിൽ ഞാൻ കുറച്ച് ഗ്രീനും ബ്ലൂവും പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്നിൽ കുറച്ച് കൂടുതൽ ബ്ലൂ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്നിൽ കുറച്ച് ബ്ലൂവും കുറച്ച് വൈറ്റ് കൂടുതലും മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കോമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളുടെ കടല ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാനത് മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ടോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ് ആഫ്റ്റർ 2 days നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.